വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെഷീനാണ് എയർ ബൈക്ക് അല്ലെങ്കിൽ എക്സസൈസ് ബൈക്ക് എന്ന് പറയുന്നത്. പല ബ്രാൻഡുകൾ ഈ ഒരു മെഷീൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പേഴ്സണലി ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒരു ആപ്റ്റായിട്ട് തോന്നിയൊരു ബ്രാൻഡാണ് റീച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇതൊരു കർണാടക ബേസ്ഡ്, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ആഫ്റ്റർ സർവീസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമല്ലോ. സോ അങ്ങനെ നോക്കിയപ്പോൾ ഒട്ടുമിക്ക റിവ്യൂ പ്ലാറ്റ്ഫോമുകളിലും നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് എന്ന രീതിയിൽ കണ്ടത് ഈ ഒരു റീച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ഓപ്റ്റ് ചെയ്തത്. നമുക്ക് കുറേ അധികം മോഡലുകൾ അവൈലബിൾ ആണ്. ഞാൻ പർച്ചേസ് ചെയ്തത് AB110BH എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് ഏകദേശം ഒരു 7200 സംതിങ് ആയിരുന്നു, 7300 രൂപയോളമായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 2-3 വേരിയന്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ വാങ്ങിയ വേരിയന്റിൽ നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് സീറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സൈഡ് ഹാൻഡിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് 7300 ആയിട്ട് വന്നത്. ഇതിന്റെ തന്നെ ഈ ഒരു ബാക്ക് സപ്പോർട്ട് സീറ്റും അതുപോലെ തന്നെ സൈഡ് ഹാൻഡിലും ഇല്ലാത്ത മോഡലാണെങ്കിൽ നമുക്ക് 6500 രൂപ മാത്രം നൽകിയാൽ മതിയാകും. ഇനി ഞാൻ വാങ്ങിയ മോഡൽ, അതായത് ബാക്ക് സപ്പോർട്ട് സീറ്റും അതുപോലെ തന്നെ സൈഡ് ഹാൻഡിലും അതിന് കൂടുതൽ ഫ്രണ്ടിലായിട്ട് ഒരു ബോഡി ട്വിസ്റ്റർ യൂണിറ്റ് കൂടിയുള്ള ഒരു മോഡലുണ്ട്. അപ്പോൾ അത് ഒരു നേരത്തെ അതിൻ്റെ പ്രൈസ് ഏകദേശം 7899 രൂപയാണ്. അങ്ങനെ ഒരു 3 വേരിയന്റ് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങി ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് സപ്പോർട്ട് സീറ്റ് അതുപോലെ തന്നെ സൈഡ് ഹാൻഡിൽ അതിൻ്റെ ഒന്നും ആവശ്യകത അത്രത്തോളം ഇല്ല. ഒരു നോർമൽ യൂസറിന് ഇതൊന്നും ഇല്ലാത്ത ആ ഒരു 6500 രൂപയുടെ ഒരു സാധാരണ മോഡൽ തന്നെ വാങ്ങിയാൽ മതിയാകും. കാരണം നമ്മളൊരു 15-30 മിനിറ്റ് ഒക്കെ ആയിരിക്കും അതിൻ്റെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ തന്നെ ധാരാളമാണ്. അത് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് വെക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ അത് മൂവബിൾ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് തന്നെ ധാരാളമാണ്. ഇനി നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് സീറ്റും അതുപോലെ തന്നെ സൈഡ് ഹാൻഡിലും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 800 രൂപയോളം എക്സ്ട്രാ നൽകിയാൽ മാത്രം മതിയാകും. ആദ്യം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് വരുന്നത് ഇങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ടാണ്, TV ഒക്കെ വരുന്നത് പോലെ ഒരു ബോക്സിലായിട്ടാണ് വരുന്നത്. ഇത് പല യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് അത് അസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനലിലെ ഒരു അസംബ്ലി ലിങ്കിലേക്കായിരിക്കും പോകുന്നത്. അത് കണ്ടുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തനിയെ തന്നെ ഈ ഒരു യൂണിറ്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പേഴ്സണലി വീഡിയോ കണ്ട് തനിയാണ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തൊരു നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വരും, അതിനുശേഷം ഒരു കോൾ ബാക്ക് ഒക്കെ വരും. അതിനുശേഷം നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തനിയെ ചെയ്തു എന്ന് ചോദിക്കും. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സപ്പോർട്ട് ആവശ്യമായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ടെക്നീഷ്യനെ അസൈൻ ചെയ്യും. ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ വന്നിട്ട് ഈ ഒരു യൂണിറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനും എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ച് തരുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പല രീതിയിൽ ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് ഈ ഒരു ഹാൻഡിൽ നമുക്ക് സ്റ്റേഷനറി ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് സൈക്ലിംഗ് മാത്രം ചെയ്യാം. അതുകൂടാതെ ഈ ഒരു ഹാൻഡിൽ നമുക്ക് മൂവബിൾ ആക്കി മാറ്റാം. ഇത് ഈ കാണുന്ന യൂണിറ്റ് നമ്മുടെ ആ ഒരു സൈക്കിളിൻ്റെ ആ ഒരു പെഡലിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പെഡൽ ചവിട്ടുവാൻ നേരത്ത് ഈ ഒരു ഹാൻഡിൽ മൂവ് ആവുന്ന രീതിയിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ 2 രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ട്വിസ്റ്റർ കൂടി ഉള്ള ഒരു മോഡലാണ് വാങ്ങുന്നതെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ്ട്രാ യൂണിറ്റ് കൂടി ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് ബോഡി ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാനായി കഴിയും. പിന്നെ നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്ന നേരത്തുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് നമുക്ക് പല റെസിസ്റ്റൻസ് ആണ്, ഒരു 8 റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ 8 റെസിസ്റ്റൻസിലേക്ക് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സൈക്ലിംഗ് എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫാറ്റ് ലോസ്, പിന്നെ കാർഡിയോ എന്ന രീതിയിൽ ഒക്കെ നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാക്സിമം ഈ ഒരു ഡിവൈസ് താങ്ങുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 100 കിലോ വരെയാണ്. പിന്നെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് വ്യക്തിയുടെ ഹൈറ്റ് 6 ഫീറ്റ് വരെ ഉള്ളവർക്ക് ഈ ഒരു മെഷീൻ അനുയോജ്യമാണ്. 1 വർഷത്തെ വാറണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒരു മീറ്റർ ഉണ്ട്. ഈ ഒരു മീറ്ററിൽ നമുക്ക് കാലോറി, അതുപോലെ തന്നെ സ്പീഡ്, പിന്നെ ടൈം, ഡിസ്റ്റൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു ബാറ്ററി ഇട്ടാൽ മതിയാക്കും. അതിനുശേഷം ഈ ഒരു യൂണിറ്റ് ഇവിടെ ഒരു വയറുണ്ട്, ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്കാവും. നമ്മൾ ചവിട്ടാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാകും. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിവന്നേരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. പിന്നെ ഞാൻ ഇത് പേഴ്സണലി ഉപയോഗിച്ചതിനുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീറ്റർ അത്ര അക്യൂറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നേരത്തെ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ഞാൻ ട്രസ്റ്റബിൾ ആയിട്ട് എടുക്കുന്നത് ആപ്പിൾ വാച്ചിനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന ആ ഒരു മീറ്ററിലെ കാലോറി ബേണിങ്ങും ഡിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര അക്യൂറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെയുള്ളൊരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിൻ്റെ നോയ്സാണ്. നമ്മൾ ചവിട്ടുവാൻ നേരത്ത് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. കാരണം ഇത് ബെൽറ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ ആ ഒരു ബെൽറ്റ് മൂവ് ആകുന്നതിന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. പക്ഷെ അത്ര വലിയ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. ആ 2 കാര്യങ്ങളാണ് പോരായ്മയായിട്ട് തോന്നിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം.
ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ്സ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് നമുക്കൊരു ചാനലുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.